അങ്ങനെ അമ്മയുടെ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിംഗ് ഒക്കെ 12 മണിക്കേ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഒതുക്കാൻ പാടില്ലല്ലോ സെലിബ്രേഷൻ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞങ്ങൾ മറ്റേ ചിറക്കിലുണ്ടല്ലോ, ചിറക്ക ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും, അവിടെ പോയിട്ട് ഊണ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അവിടെ നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ നേരെ ഉറിയിലേക്ക് വിട്ടു പൊന്നാനി. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടുത്തെ ഈ ഒരു സെറ്റപ്പൊക്കെ അടിപൊളി കേട്ടോ, നല്ല ആംബിയൻസൊക്കെയാണ്. പിന്നെ എൻ്റെ ഈ മുടിയൊക്കെ പറന്ന് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും അവിടുത്തെ കാറ്റാണെന്ന്. അല്ല കേട്ടോ, എൻ്റെ ബാക്കിലൊരു ടേബിൾ ഫാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് എൻ്റെ കാറ്റാണ് കേട്ടോ. സംഭവം നല്ല ആംബിയൻസ് ഒക്കെ തന്നെയായിരുന്നു. ഞാനിവിടെ നിന്ന് ചട്ടിച്ചോറ്, സ്പെഷ്യൽ ചട്ടിച്ചോറായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അമ്മയും നന്ദും ചട്ടി ബിരിയാണി ആയിരുന്നു, അതും സ്പെഷ്യൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞാനപ്പോൾ ബിരിയാണി ആദ്യം വന്നപ്പോൾ അതൊന്ന് ടേസ്റ്റ് നോക്കിയതായിരുന്നു. ബിരിയാണി ഇതായിരുന്നു എൻ്റെ ചട്ടിച്ചോറ്. ഇതിൽ മാങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു, മുളക് വറുത്തുണ്ടായിരുന്നു, പിന്നെ മത്ത, എലിശ്ശേരി, പയറുപ്പേരി, കപ്പ, ബീഫ് റോസ്റ്റ്, കൂന്തൽ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, മാങ്ങ അച്ചാറ്, ഓംലെറ്റ്, പിന്നെ പപ്പടം. ഇത്രയും കാര്യങ്ങളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. മറ്റേ ബിരിയാണിയിൽ അവർക്ക് ഡേറ്റ്സ് പിക്കിളായിരുന്നു, എനിക്ക് മാങ്ങാച്ചാറായിരുന്നു. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ മാങ്ങാ ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫിഷ് ഫ്രൈയും ചിക്കൻ ഫ്രൈ ഒക്കെ നോർമൽ ഒരു ആവറേജ് ഇതായിട്ട് തന്നെ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ റോസ്റ്റും ടേസ്റ്റ് ഉണ്ടായിരുന്നു, കൂന്തൽ റോസ്റ്റ് ആണെങ്കിലും ബീഫ് റോസ്റ്റ് ആണെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല എനിക്ക് മാങ്ങാ ചമ്മന്തി അടിപൊളിയായിട്ട് എനിക്കിഷ്ടമായതെന്ന്, അപ്പോൾ അത് ഞാൻ എക്സ്ട്രാ ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത്രേ കഴിച്ചുള്ളൂ കേട്ടോ, എനിക്കത് കണ്ടപ്പോൾ തന്നെ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കറികൾ രണ്ടും, സാമ്പാറും മീൻകറിയും അവർ എക്സ്ട്രാ തരും, പിന്നെ മോരും ഉണ്ടായിരുന്നു. ഇത് പിന്നെ പായസം, സേമിയ പായസമായിരുന്നു കേട്ടോ. പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് കുറേയൊന്നും കുടിക്കാൻ പറ്റില്ല, നല്ല മധുരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിലുള്ള തന്നെ ഞാൻ കുടിച്ചിട്ടോ. എന്നിട്ട് പിന്നെ എനിക്ക് കൂടുതൽ ആ ഫുള്ള് ചോറ് കഴിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ അതിൽ നിർത്തി. അത് ഞങ്ങൾ കീനുവിന് എക്സ്ട്രാ ചട്ടി വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അവന് കുറച്ച് ചോറും തൈരും കൂടെ കൊടുത്തായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.